ഒരു സോയാബീനാണ് വേണ്ടിയത്. സോയാബീന്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, തേങ്ങ, തക്കാളി, പച്ചമുളക്, പിന്നെ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, പിന്നെ ഒരു ഇച്ചിരി കായം വേണം, കടുക് വേണം, കറിവേപ്പില വേണം. നമ്മൾ ഒരു പാത്രം അടുപ്പിൽ വെച്ചു, തീ കത്തിച്ചു. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കടുക് വറക്കണം. കടുക് ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇടാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അതിൻ്റെ കൂടെ തന്നെ തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കുവാണ്. കുറച്ച് ഉപ്പും കൂടി ഇടുന്നുണ്ട്. ഉപ്പ് ഞാൻ അന്നേരം പറഞ്ഞില്ലായിരുന്നു, ഉപ്പുണ്ട് കേട്ടോ. ഇത് നമുക്കൊന്ന് മൂത്ത് വന്നിട്ട് ബാക്കി സാധനങ്ങളിടാമേ. അത് ഫ്രൈ ചെയ്ത് ഇച്ചിരി മൂത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് അതിനകത്തോട്ട് സവാള, പച്ചമുളക് ഇട്ട് കൊടുക്കുകയാണ്. അതും ഒന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വരണമേ. ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇടുവാണ്, മഞ്ഞൾപ്പൊടിയെ. മുളക് പൊടി, ഗരം മസാല, ഈ പൊടി വർഗ്ഗങ്ങളെല്ലാം ഇട്ട് കൊടുക്കുവാണ്. അതിൻ്റെ കൂട്ടത്തിൽ ഒന്ന് പച്ചമണവും മാറി സവാളയും കൂടെ ഒന്ന് ഇതായി വരണം. നമുക്ക് തക്കാളിക്ക് ഇട്ട് കൊടുക്കാം. നമുക്കൊരു 2 മിനിറ്റ് ഒന്ന് അടച്ച് വെക്കണമേ. അടച്ച് വെക്കാം. നമുക്കൊന്ന് അടച്ചു കൊടുക്കാമേ. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇനി നമുക്കിതിനോട്ട് സോയാബീൻ ഇട്ട് കൊടുക്കാമേ. ഈ സോയാബീൻ ഒരു 10 മിനിറ്റ് ഞാൻ ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചതാണ്. അത് കഴിഞ്ഞ് നമ്മൾ അതൊന്ന് രണ്ടായിട്ട് മുറിച്ചെടുത്തതാണ്. മുറിച്ചെടുത്ത് ഒന്ന് വെള്ളത്തിലൊന്ന് പിഴിഞ്ഞ് അതിൻ്റെ ആ വെള്ളമയമൊക്കെ കളയണം കേട്ടോ. അതാദ്യം പറയാൻ വിട്ടുപോയി. എന്നിട്ട് വീണ്ടും ഇത് നമ്മളൊന്ന് അടച്ചു വെക്കുക. ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ച് വെക്കണേ. നമുക്കിത് തുറന്ന് നോക്കാമേ. ഇത് നമുക്കൊന്ന് ഇളക്കാം. ഗ്രേവി ഇല്ലാതെ ഫ്രൈ ആണ് കേട്ടോ. ഫ്രൈ ആയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. പെട്ടെന്ന് നമ്മൾ ബീഫ് വറുത്തെടുക്കുന്ന പോലെ ഇരിക്കും. ഒരു ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണമേ, അടി പിടിക്കാതിരിക്കാൻ. നമുക്ക് തീ ഒന്ന് കൂട്ടി വെക്കാം. ഇതിൻ്റെ കൂടെ ഞാൻ വേറെ തോരനും പരിപ്പ്, അതായത് ദാൽ കറിയും കൂടെയാണ് ഒന്നിച്ചാണ് വെക്കുന്നത്. അപ്പോൾ എളുപ്പമുണ്ടല്ലോ. നമ്മൾ 3 കാര്യങ്ങളും ഒന്നിച്ച് നടക്കും. നമ്മുടെ സോയാബീന് ഫ്രൈയായി വരുന്നുണ്ട്.
ഒരു 2 മിനിറ്റ് കൂടെ വെക്കാമേ, ഒന്ന് ഫ്രൈ ആയി വരാനൊക്കെ കൊണ്ടാണ്. നമുക്ക് ഇത് ഫ്രൈ ആയിട്ടുണ്ട്, ഇനി ഓഫ് ചെയ്യാം കേട്ടോ. നമുക്ക് ഇത് നമ്മുടെ ഇവിടുത്തെ ഒരു കുഞ്ഞിനൊന്ന് കൊടുത്ത് നോക്കാം, അവളെന്തോ പറയുന്നറിയാം. നല്ല ടേസ്റ്റ് ഉണ്ട്, ഇച്ചിരി എരിവ് കൂടിപ്പോയി. ആണോ? അത് മോള് കുഞ്ഞായണ്ട നാക്കിന് അങ്ങനെ എഴുതുന്നതാണ്, കുഴപ്പമില്ല. ഞങ്ങൾക്കൊക്കെ അടിപൊളിയാണ് കേട്ടാ. ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം.